പഠിക്കുന്നതൊക്കെ വളരെ വേഗം മറന്നു പോകുന്നു. എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടും അത് തലച്ചോറിൽ രജിസ്റ്റർ ആയിരിക്കുന്നില്ല. പഠിക്കാനായിട്ട് ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് നമ്മൾ അത് നോക്കുന്ന സമയത്താണെങ്കിലോ ഫുൾ നമ്മൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനൊരു സിറ്റുവേഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. പഠിച്ചതെല്ലാം തലച്ചോറ് രജിസ്റ്റർ ആയിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് മക്കളെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കുമല്ലോ ഒരു ദിവസം കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ +1 നമ്മുടെ അനിമൽ കിങ്ഡത്തിനകത്തുള്ള 3 ഫൈലംസ് പഠിച്ചിട്ടാണ് നിങ്ങൾ കിടക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ പോരിഫെറ ഉണ്ട്, ദെൻ സൈലൻട്രേറ്റ് ആൻഡ് ടീനോഫോറ. ഇത് 3 പഠിച്ചിട്ടാണ് നിങ്ങൾ കിടക്കുന്നത്. ആ കിടന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കണ്ണടച്ച് നമ്മൾ കിടന്നതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് നമ്മൾ എന്തൊക്കെയാണോ ആ ദിവസം പഠിച്ചത് അതൊക്കെ വേഗം ഒന്ന് റിവൈൻഡ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കും അയ്യോ അത് വീണ്ടും ഒരുപാട് സമയം ഇല്ല. ഇറ്റ്സ് ഓൺലി എ 5 മിനിറ്റ്സ് ആക്ടിവിറ്റി. ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ അന്ന് മെയിൻ പോയിന്റ്സ് മാത്രം ഒന്ന് എന്ത് ചെയ്യുക, റിവൈൻഡ് ചെയ്യുക. മനസ്സിൽ ഇന്ന പോയിന്റ്സ് ഓരോ കാര്യങ്ങൾ ഓരോന്നായിട്ട് എക്സാമ്പിൾസ് ഒക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ റിവൈൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് 1-2 പോയിന്റ്സ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റാതെ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ മെറ്റാജെൻസ ഒബീലിയ എന്ന് പറയുന്ന എക്സാമ്പിൾ വേഗം അങ്ങ് മറന്നുപോയി. അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് വെച്ചിട്ട് നാളെ നോക്കാം എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങരുത്. പകരം ചെറിയൊരു എഫേർട്ട് ഇടുക. വേറെ ഒന്നുമില്ല, ലൈറ്റ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ആ എക്സാമ്പിൾ മറന്നു പോയത് എന്താണോ അത് വേഗം ഒന്ന് അപ്പം നോക്കുക. മക്കളെ, ഇതിനകത്ത് സംഭവിക്കുന്നത് നമ്മൾ ആ എക്സാമ്പിൾ നോക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരു ഫ്ലാഷ് പോലെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് അത് രജിസ്റ്റർ ആകുന്നത്. അത് പിന്നെ വേഗം നിങ്ങൾ മറക്കത്തേയില്ല. ആ പോയിന്റ് നിങ്ങളുടെ മനസ്സിനകത്ത് വേഗം രജിസ്റ്റർ ആകുകയും ചെയ്യും. നിങ്ങൾക്ക് ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം റിവൈൻഡ് ചെയ്തത് കൊണ്ട് തന്നെ എല്ലാ പോയിന്റ്സും അന്ന് പഠിച്ചത് ക്ലിയർ കട്ടായിട്ട് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നീട് ഇത് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും ബ്രെയിനിന്. അപ്പോൾ ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ അത് യൂസ്ഡ് ടു ആകുകയും പഠിക്കുന്ന ഓരോ പോയിന്റ്സും നമ്മുടെ ബ്രെയിനിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി പോവുകയും ചെയ്യും. ഈ ഒരു എക്സസൈസ് നിങ്ങൾ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. എങ്ങനെ ഉണ്ടാകും അതിൻ്റെ ഇഫക്റ്റ് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയുള്ള ബ്രെയിൻ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.